ये तीसरे टर्म में हमें बहुत बड़े लक्ष्य साधने हैं. മോദിയുടെ ഒരു പ്രസംഗം പ്രേക്ഷകരെ കാണിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പ്രസംഗത്തിൽ മോദി ഭയങ്കര പ്രസന്നവദനായി സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, നമ്മുടെ ഈ മൂന്നാമത്തെ ഊഴത്തിൽ നമുക്ക് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് പറഞ്ഞ ഉടനെ സദസ്സിൽ നിന്ന് ആരോ വിളിച്ചു ചോദിച്ചു, കാശി മധുര ആണോ? കാശി മധുര സംഭവം മനസ്സിലായില്ല എന്ന് സദസ്സിൽ ആരോ വിളിച്ചു ചോദിക്കുന്നു. ഉടനെ മോദി ഒരു നിമിഷം പ്രസംഗം നിർത്തിയിട്ട് ആ ശബ്ദം വന്ന ഭാഗത്തേക്ക് നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. എന്താണ് ഈ പുഞ്ചിരിയുടെ അർത്ഥം? പല അർത്ഥങ്ങളും ഉണ്ട് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹം പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ 4ാം ഊഴത്തിലും ഞങ്ങൾ തന്നെ വരും എന്നും പറഞ്ഞു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മോദിയുടെ കാലത്താണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിലും ട്രസ്റ്റ് ആണെങ്കിലും 500 കൊല്ലത്തിന് ശേഷമാണ് ബാബർ തകർത്ത അയോധ്യ അഭിഷേകം നടക്കുന്നത്. അതുപോലെയാണ് കാശി മധുരയും ഹിന്ദുക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അതാണ് ചോദ്യമായിട്ട് വന്നത്. പക്ഷെ 1000 കൊല്ലത്തിന് ശേഷം ഈ സോംനാഥിൽ ഒരു അഭിഷേകം നടക്കാൻ പോകുന്നു എന്ന് ശ്രീ രവിശങ്കർ ഗുരുജി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AD CE, ഇപ്പോൾ CE എന്നാണ് പറയുക, 1026 മുഹമ്മദ് ഗസ്നി 18ാമത്തെ സോമനാഥിലേക്ക് പലതവണ ആക്രമണം നടത്തി. കാരണം അവിടെ നിന്നുള്ള സ്വത്തുക്കൾ, അതുപോലെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു, അത് മുഴുവൻ കൊണ്ടുപോകണം. 18ാമത്തെ ആക്രമണമാണ് 1026 നടക്കുന്നത്, 1000 കൊല്ലം മുമ്പ്. അന്ന് ആക്രമണം നടത്തിയപ്പോൾ ആ ശിവലിംഗം ഉണ്ടല്ലോ, മൂലപ്രതിഷ്ഠ, അത് തകർത്തു. അന്ന് തകർത്തപ്പോൾ അതിൽ നിന്നുള്ള 11 കഷ്ണങ്ങൾ അവിടെ ഉണ്ടായിരുന്ന തെക്കേ ഇന്ത്യയിലെ കുറേ പൂജാരിമാർ തെക്കേ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. കുറേ കാലം ഇതുവരെയും ഒക്കെ രഹസ്യമായിട്ട് നിന്ന കാര്യമാണ്. ഇത് വിശിഷ്ട സംഗതിയായിട്ട് പൂജിച്ചുകൊണ്ടിരുന്നു. പലരും പല വീടുകളിലൊക്കെ പൂജിച്ചുകൊണ്ടിരുന്നു, പൂജാരിമാരുടെ വീടുകളിൽ. ഈ കല്ലുകളെല്ലാം കൂടി ഇപ്പോൾ ശ്രീ രവിശങ്കറിൻ്റെ കയ്യിൽ വന്ന് ചേർന്നിട്ടുണ്ട്. അത് ശരി. അപ്പോൾ ശ്രീ രവിശങ്കർ ഇത് പ്രധാനമന്ത്രിയോട്, മോദിയോട് സംസാരിക്കും എന്ന് പറയുന്നുണ്ട്. സംസാരിച്ചിട്ട് രാമേശ്വരത്ത് നിന്നൊരു യാത്ര തുടങ്ങുകയാണ്. ഈ 11 ഈ അന്ന് ചെറിയ ചെറിയ കല്ലുകളായിട്ട് മുറിഞ്ഞു പോയത് ഇപ്പോൾ ഓരോ കല്ലും ശിവലിംഗം പോലെ ആക്കിയിട്ടുണ്ട്, മിനുസപ്പെടുത്തിയിട്ട്. എന്ന് പറഞ്ഞാൽ ഓരോരോ ചെറിയ ശിവലിംഗങ്ങളാണിത്, 11 ഇത് മാഗ്നറ്റിക് ആണ്. ഈ ഒരു കല്ല് ഇന്നലെ രവിശങ്കർ കാണിക്കുമ്പോൾ ഒരു കല്ല് മറ്റേ കല്ല് കാണിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കറങ്ങും. ഓരോ കല്ലിനും കാന്തിക ശക്തി ഉണ്ട് എന്ന് അദ്ദേഹം ചാനലിൽ കാണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇത് കൊണ്ടുകൊടുത്ത സീതാരാമ ശാസ്ത്രികളും ഉണ്ടായിരുന്നു, ശ്രീ രവിശങ്കറിൻ്റെ കൂടെ. രവിശങ്കറിന് കൊണ്ടുകൊടുത്തത് ഇത് ഒരു വീട്ടിൽ പൂജിച്ചിരുന്ന സീതാരാമ ശാസ്ത്രികൾ, അദ്ദേഹത്തിൻ്റെ അമ്മാവനും പ്രപിതാമകനും ഒക്കെ പൂജിച്ചിരുന്നതാണ്. ഇത് കൊണ്ടുകൊടുത്തയാൾ അദ്ദേഹവും ഇതിൻ്റെ കഥ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ രാമേശ്വരത്ത് നിന്ന് ഇത് അഭിഷേകത്തിന് കൊണ്ടുപോകാനുള്ള ഒരു യാത്ര തുടങ്ങിയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഒക്കെ ഇത് പൂജിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഇത് സോംനാഥിൽ തന്നെ ഇതിന് അഭിഷേകം നടത്താനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീ രവിശങ്കർ എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. അപ്പോൾ 1000 കൊല്ലത്തിന് ശേഷം ഈ പഴയത് പൂർണ്ണമായിട്ട് തിരിച്ചു വരുന്നില്ലെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങൾ തിരിച്ചു വന്ന് അവിടെയും ഒരു അഭിഷേകം നടക്കാൻ പോവുകയാണ്. ഒരു 500-ന് ശേഷം 1000 എന്ന് പറയുന്നത്. ഇത് ഈ പ്രണവേന്ദ്ര സരസ്വതി എന്ന് പറഞ്ഞിട്ടൊരു സന്യാസി കാഞ്ചി പീഠത്തിലെ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതിക്ക്, ഇപ്പോഴത്തെ സ്വാമിക്ക് മുമ്പത്തെ 100 വയസ്സ് വരെയൊക്കെ ജീവിച്ച ചന്ദ്രശേഖര സരസ്വതിയോട് കൊടുത്തിരുന്നു എന്ന് പറയുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇത് സൂക്ഷിക്കുക, 100 വർഷം ഒക്കെ ആവുമ്പോൾ ഇതിനൊരു അവസരം വരും, അങ്ങനെ അവസരം വരുമ്പോൾ ഇത് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വിജയേന്ദ്ര സരസ്വതിയുടെ അടുത്ത് പോയിട്ടും ഈ
സീതാരാമശാസ്ത്രികൾ സംസാരിച്ചു. അപ്പോൾ വിജയേന്ദ്ര സരസ്വതിയാണ് പറഞ്ഞത്, ഇതൊക്കെ ചെയ്തു തരാൻ കഴിവുള്ള ആൾ ശ്രീ രവിശങ്കറാണ്, അദ്ദേഹത്തിനെ പോയി കാണുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബാംഗ്ലൂരിൽ പോയിട്ട് ശ്രീ രവിശങ്കറിനോട് ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ശ്രീ രവിശങ്കർ അത് ഏറ്റിരിക്കുന്നത്, ഇത് അഭിഷേകം ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 18ാമത്തെ ആക്രമണം 1926 നടന്നു. അതിലൊരു കുടുംബം ഈ ശിവലിംഗമാക്കി സൂക്ഷിച്ചുകൊണ്ടിരുന്നു ഇവിടെ തെക്കേ ഇന്ത്യയിൽ. 1924 ഈ ശങ്കരാചാര്യർ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി കാഞ്ചി 100 വർഷം രഹസ്യമായി സൂക്ഷിക്കാൻ പറഞ്ഞു. കുടുംബം ഇത് ഇപ്പോൾ ആശ്രമത്തിന് കൊണ്ടുപോയി കൊടുത്തു. സീതാറാം ശാസ്ത്രി 21 കൊല്ലമായിട്ട് ഇത് പൂജിക്കുന്നുണ്ട് കയ്യിൽ വെച്ച്. അദ്ദേഹത്തിന് 21 കൊല്ലം മുമ്പ് അമ്മാവൻ ആണ് കൊടുത്തത്. സമാധിക്ക് മുമ്പ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നീ ഇതിൽ 2 എണ്ണമെങ്കിലും സോമനാഥിൽ കൊണ്ടുപോയി അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അമ്മാവൻ്റെ ഗുരു പ്രണവേന്ദ്ര സരസ്വതി കൊടുത്തതാണ്. അമ്മാവൻ 60 കൊല്ലം ഇത് സൂക്ഷിച്ചു പൂജിച്ചിരുന്നു എന്ന് പറയുന്നു. 1000 കൊല്ലം മുമ്പ് 3 അടി ആണ് ഉണ്ടായിരുന്നത് മൂലപ്രതിഷ്ഠ ഉണ്ടായിരുന്നു ശിവലിംഗത്തിന്. അത് ഈ 3 അടി ഉയരമുള്ള ശിവലിംഗം ഭൂമിയിൽ നിന്ന് 2 അടി ഉയരത്തിലാണ് നിന്നിരുന്നത്. തറയിൽ തൊടാതെയാണ് നിന്നിരുന്നത്. ആ കാന്തിക ഫലമാണ് ഇപ്പോഴും കാണുന്നതെന്നാണ് ശ്രീ രവിശങ്കർ പറയുന്നത്. അദ്ദേഹം കാണിച്ചു, ഇങ്ങനെ ഒരു കല്ലുകൊണ്ട് മറ്റേ കല്ലിൽ കൊണ്ടുപോകുമ്പോൾ അത് കറങ്ങും, കാന്തം വെക്കുന്ന പോലെ. കാന്തിക ശിലയാണ്, മാഗ്നറ്റിക് റോക്കാണ്. അതെ. അപ്പോൾ അങ്ങനെ സസ്പെൻഡഡ് ആയിട്ടാണ് നിൽക്കുക, വായുവിലാണ് നിന്നുകൊണ്ടിരുന്നത് ഈ ശിവലിംഗം നിന്നുകൊണ്ടിരുന്നത്. അതായത് ഗുരുത്വാകർഷണ ബലം എന്ന് പറയില്ല, ഗ്രാവിറ്റി, അതിനെതിരെ ആണിത്. അതിപ്പോൾ ഭൂമിയുടെ കാന്തിക ബലത്തിൻ്റെ വിപരീത കാന്തിക ബലമാണ് ഇതിനുള്ളത്. അങ്ങനെ വരുമ്പോൾ വികർഷിക്കും. അങ്ങനെ നിന്നതാണത് സസ്പെൻഡായിട്ട്. അപ്പോൾ ഇത് നശിപ്പിക്കണം എന്നുള്ളത് ഗസ്നിയുടെ വലിയ ആഗ്രഹമായിരുന്നു. ഈ വിഗ്രഹഭഞ്ജനം അവരുടെ ഒരു രീതിയാണല്ലോ. അതിനാണ് പല ആക്രമണവും ചെയ്തത്. ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടി 50,000 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഗസ്നി. ഇത് തടഞ്ഞവരെയൊക്കെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് കൊള്ള ചെയ്തത്. ഈ ശരിയായ സമയം വരുമ്പോൾ അഭിഷേകം നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് പൂജാരിമാർ ഇതുവരെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. ഗുജറാത്തിലെ ചാലൂക്യ വംശം ആണ് അക്കാലത്ത് ഭരിച്ചിരുന്നത്. ഗസ്നിയുടെ ആക്രമണം കാരണം ചാലൂക്യ വംശം നശിച്ചുപോയി, പിന്നെ ഇല്ലാതായി. ആദ്യത്തെ ജ്യോതിർലിംഗമാണിത്. 1926 1942 ഇത് പുനർനിർമ്മാണം നടന്നു. സോമനാഥിൻ്റെ പരമാര രാജാവ് ഭോജൻ, സോളങ്കി രാജാവ് ഭീംദേവ് ഒന്നാമൻ ഒക്കെയാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത്. അതിനും ശേഷം 1395 സഫർ ഖാൻ, ഡൽഹി ഈ സുൽത്താൻ ഭരണത്തിൻ്റെ ഇവിടുത്തെ ഗവർണർ ആക്രമിച്ചു. സോമനാഥ് വീണ്ടും ആക്രമിച്ചു. ഗസ്നിയിൽ നിന്ന് 1925 ഒക്ടോബർ 18 പുറപ്പെട്ടത്. ഈ മുഹമ്മദ് ഗസ്നി 60,000 പേര് സേനയിലുണ്ടായിരുന്നു. ഒട്ടക സേനയൊക്കെ ആ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇത് തകർത്തത്. ഇതിന് ശേഷം നമുക്കറിയാം നെഹ്റുവിൻ്റെ കാലത്ത് സോമനാഥിൽ വീണ്ടും അഭിഷേകം. കാരണം ജുനഗഡിൽ വെച്ചിട്ട് പട്ടേൽ സംസാരിക്കുമ്പോൾ നമ്മൾ സോമനാഥ് വീണ്ടും പുതുക്കി പണിയും എന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തിരുന്നു. അതിനുള്ള ശ്രമമാണ് നെഹ്റുവിലും മന്ത്രിസഭയിലും ഉപപ്രധാനമന്ത്രിയായിരുന്ന പട്ടേൽ തുടങ്ങുന്നത്. KM മുൻഷിയാണ് അതിൻ്റെ. പക്ഷെ പട്ടേൽ മുന്നിലുണ്ടായിരുന്നു, നെഹ്റു അതിന് അനുകൂലമല്ലായിരുന്നു. എന്നിട്ട് ആ അഭിഷേകം നടത്തുന്നത് രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ആയിരിക്കും തീരുമാനിച്ചു. പോകരുതെന്ന് കത്തെഴുതി നെഹ്റു വിലക്കി. എന്നിട്ടും അദ്ദേഹം പോയി. അതിൻ്റെ ചിത്രങ്ങളുമൊക്കെ ഇന്നും കാണാം നമുക്ക്. ഏതായാലും മോദിയുടെ ചിരിയിൽ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ഈ അഭിഷേകത്തിനും മോദി എന്തായാലും ഉണ്ടാവും. അതെ. അപ്പോൾ മോദിയുടെ ചിരിയുടെ ഉത്തരം ഇവിടെ ആരംഭിക്കുകയാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.